അതെ, നമ്മുടെ കല്യാണം നടക്കില്ല. അയ്യോ, എന്തു പറ്റി? എടി, എന്റെ ഭാഗത്തുനിന്ന് വല്ല പ്രശ്നം ഉണ്ടായോ? ഒരു ചെറിയ ഒളിച്ചോട്ട പ്രശ്നം. അതുകൊണ്ട് ഈ കല്യാണം നടക്കില്ല എന്ന് പറയാനാ ഞാൻ വിളിച്ചത്. അയ്യോ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അടുത്ത വീട്ടിലെ രമണി ചേച്ചിയുടെ കൂടെ ഒളിച്ചോടിപ്പോയ കാര്യമാണോ നീ പറയുന്നത്? എടി, നീ അതൊന്നും വിശ്വസിക്കല്ലേ. എന്റെ ശത്രുക്കളെ, നമ്മുടെ കല്യാണം മുടക്കാനുണ്ടാക്കുന്ന കഥകളാണിതൊക്കെ. രമണി ചേച്ചി എന്റെ ഒരു സുഹൃത്ത് മാത്രമാണ്. മിസ്റ്റർ, ഞാൻ രമണി ചേച്ചിയുടെ ഒളിച്ചോട്ടക്കാരിയല്ല പറയുന്നത്. പിന്നെ ഞാൻ ഷാജി എന്ന് പറയുന്ന ഒരു പയ്യന്റെ കൂടെ ഒളിച്ചോടി. അതുകൊണ്ട് നമ്മുടെ കല്യാണം നടക്കൂല. സ്വപ്നത്തിലൊന്നും എന്നെ കണ്ടേക്കരുത്. അയ്യോ ശിശിരേ, നീ എന്നെ മാനം കടത്തല്ലടി. നീ അവന്റെ കൂടെ ഒളിച്ചോടിയിട്ടില്ലല്ലോ, കൂടെ താമസിച്ചിട്ടൊന്നുമില്ലല്ലോ. പ്രശ്നമാക്കണ്ട, നീ തിരിച്ചു വാ, നിന്നെ ഞാൻ സ്വീകരിക്കാം. ഞാൻ 2 മാസമായി ഷാജീനെ കൂടെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കാം. എന്നെ മറന്നേക്ക് കുട്ടാ. ഗുഡ് ബൈ. ഈശ്വര, അണി പാളിയല്ലോ. ഈ ഷാജി എന്താ വരാത്തെ? ഞാനാ ശിശിര. എന്ത് വേണം? ചേട്ടനെന്താ വരാത്തെ? എത്ര സമയം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. അതെന്താ? ഈ വീട്ടിൽ നിന്ന് വരുമ്പോ സ്വർണവും പണമൊക്കെ എടുക്കാൻ ഞാൻ പറഞ്ഞതല്ലേ, പക്ഷെ നീ അതൊന്നും എടുത്തില്ല. എങ്ങനെയെങ്കിലും ഒരു കാശുകാരി പെണ്ണിനെ കല്യാണം കഴിച്ച് പണക്കാരനാകണമെന്ന് കരുതിയതാ, നീ അതിന് സമ്മതിച്ചില്ല. ഓ, അപ്പൊ നിങ്ങൾ എന്നെയല്ല എന്റെ പണത്തെയാണ് സ്നേഹിച്ചതല്ലേ? അതേടി, അത് തന്നെയാണ് സത്യം. പൊന്നും പണം ഇല്ലാത്ത നിന്നെ എനിക്ക് വേണ്ടടി. രാജ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഹലോ ഹലോ. ഞാൻ കണ്ട ഒരു സീരിയലിലും ഒരു കാമുകനും ഒരു കാമുകിയോടും ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ടില്ല. ഞാൻ ശരിക്കും പൊന്നും പണമൊക്കെ എടുത്തിട്ട് തന്നെയാ വന്നേ. പിന്നെ നീ എന്തിനാ അവനോട് കളവ് പറഞ്ഞേ? അവന്റെ ഒറിജിനൽ സ്വഭാവം എന്താന്ന് അറിയാലോ എന്ന് കരുതി പറഞ്ഞതാ. ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി, അവൻ എന്നെയല്ല എന്റെ പണത്തെയാണ് സ്നേഹിച്ചത്. ഓലവലാതി. ഇനിയിപ്പോ എന്ത് ചെയ്യും? വീട്ടിലേക്ക് തിരിച്ചു പോന്നോ? അയ്യോ, തിരിച്ചു പോയാ ഇനി അച്ഛൻ എന്നെ കൊല്ലും. നീ നിന്റെ ഒറിജിനൽ വര മനീഷില്ലേ, അവനെ വിളിക്കേ. അവൻ ചിലപ്പോ വാത്തിന് റെഡിയാവും. അവനൊരു പാവാണ്, വിളിക്കേ പെട്ടെന്ന്. ഓ ശിശിര. ഹലോ ഹലോ മനീഷേട്ടാ, ഞാനാ ശിശിര. എന്താ? മനീഷേട്ടൻ പല്ല് തേച്ചോ? തേച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? കഴിച്ചു. നീ എന്തിനാ വിളിച്ചെന്ന് പറ. പിന്നെ ഞാൻ ഷാജി എന്ന് പറഞ്ഞ ഒരുത്തിന്റെ കൂടെ ഒളിച്ചോടി പോവാൻ വേണ്ടി വിചാരിച്ചതായിരുന്നേ. നോക്കുമ്പോ അവൻ എന്നെ പറ്റിച്ചു. പറ്റിച്ചോ? അവൻ ഇതുവരെ വന്നില്ല. ഞാൻ അവനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. മനീഷേട്ടന് എന്നെ ഇഷ്ടല്ലേ? നിശ്ചയിച്ച ദിവസം തന്നെ കല്യാണം കഴിക്കില്ലേ? ഞാൻ റെഡിയാ. ചേട്ടൻ അറിയില്ലേ ഈ 3-ാം ഭർത്താവ് എന്ന സീരിയലില്? അതിലെ ക്ലൈമാക്സ് ഇത് തന്നെയായിരുന്നു. സീരിയലേ അങ്ങനെ പലതും നടക്കും, പക്ഷേ എനിക്ക് നിന്നെ വേണ്ട. അയ്യോ, നടക്കൂ. നീ അവനും 1 മാസം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചതല്ലേ? അയ്യോ മനീഷേട്ടാ, എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ നേരത്തെ അങ്ങനെയൊക്കെ ചുമ്മാ പറഞ്ഞതാ. നോ, ഞാൻ അത് വിശ്വസിക്കില്ല. മറ്റൊരുവന്റെ കൂടെ 1 മാസം ജീവിച്ചവളെ എനിക്ക് വേണ്ട. ഗുഡ് ബൈ. മാരണം, തലേന്ന് ഒഴിവായി കിട്ടി. നീ അവന്റെ കൂടെ കഴിഞ്ഞിട്ടില്ലെന്ന് ലോകത്ത് ഒരാളും വിശ്വസിക്കൂല. പക്ഷെ പ്രേമേട്ടന് അറിയാലോ, ഞാനും ആ ഷാജി തമ്മില് വേറൊരു ബന്ധമില്ലാന്ന്. അത് എനിക്കറിയാം, പക്ഷെ അതാരെങ്കിലും വിശ്വസിക്കണ്ടേ?